വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 21-ാം വാക്യവും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5 മുതൽ 19 വരെയും വായിക്കുന്നു. ശിശുവിനെ പരിച്ഛേദനകർമ്മം നടത്തുവാനുള്ള 8-ാം ദിവസം ആയപ്പോൾ അവനെ ഗർഭം ധരിക്കും മുമ്പ് മാലാഖ അവൻ്റെ മാതാവിനോട് പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേരിട്ടു. യേശു അരുളി ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഫലം നൽകാത്ത എന്നിലുള്ള എല്ലാ ശാഖകളും അവൻ മുറിച്ചു കളയുന്നു. ഫലം നൽകുന്നത് അധികം ഫലം നൽകത്തക്ക വിധം വെടിപ്പാക്കുന്നു. ഞാൻ സംസാരിച്ചിട്ടുള്ളതായ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങളെന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. ശാഖ മുന്തിരിച്ചെടിയിൽ ശ്രദ്ധിയാതിരുന്നാൽ അതിന് ഫലം നൽകുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഫലം നൽകുവാൻ കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്തെന്നാൽ എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഉണങ്ങിയ ശാഖ പോലെ പുറത്തേക്ക് എറിയുകയും ദഹിപ്പിക്കുവാൻ അഗ്നിയിലിടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വളരെ ഫലം പുറപ്പെടുവിക്കുകയും എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ ആനന്ദം നിങ്ങളിലിരിക്കുവാനും നിങ്ങളുടെ ആനന്ദം സമ്പൂർണ്ണമാകുവാനുമാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാണ് എൻ്റെ കൽപ്പന. ഒരുവൻ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരായിരിക്കും. സ്വല്പസമയിരിക്കാം. പുതുവത്സരപ്പിറവിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട വേദഭാഗം നമ്മൾ വായിച്ചിരിക്കുന്നു. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്ന കാര്യം എന്താണ്? ഇത് അനേക പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള വേദഭാഗമാണ്, എല്ലാ വർഷവും വായിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഈ 2015 ജനുവരി 1-ാം തീയതി ഈ തിരുവചനത്തിൽ പൊരുൾ തിരിച്ച് ദൈവം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ഓരോ ദിവസവും ഓരോ വർഷവും ആവശ്യമുള്ള വചനങ്ങൾ പൊരുൾ തിരിച്ചു തരും, അല്ലാത്തത് മറഞ്ഞിരിക്കുകയും ചെയ്യും. ആവശ്യമുള്ളതേ പൊരുൾ തിരിക്കുകയുള്ളൂ, അല്ലാത്തത് മറച്ചു വെച്ചേക്കും. അതുകൊണ്ട് ഇന്ന് പൊരുൾ തിരിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ആനന്ദത്തെക്കുറിച്ചാണ്. ആനന്ദം അതാരുടെ ആനന്ദമാണ്? യേശുവിൻ്റെ ആനന്ദം. യേശു ആരാണ്? നമ്മുടെ പ്രാണപ്രിയൻ. നമ്മളാരാണ്? ആ യേശുവിൻ്റെ മണവാട്ടിയായി തീരാൻ വിളിക്കപ്പെട്ട പ്രാണക്കുട്ടി. അപ്പോൾ പ്രാണക്കുട്ടിക്ക് ആനന്ദം തരണം എന്നാണ് പ്രാണപ്രിയൻ്റെ ആഗ്രഹം. ആഗ്രഹം സാധിച്ചു. എന്തുമാത്രം കിട്ടിയെന്നാ ഈ പുതുവത്സര പെരുന്നാളിൽ കർത്താവിൻ്റെ ആഗ്രഹം, എൻ്റെ ആനന്ദം നിങ്ങളിൽ ഇരിക്കണം. കഴിഞ്ഞ കൊല്ലം ആനന്ദം കിട്ടിയായിരുന്നോ? കിട്ടിയിട്ടത് നല്ലതെന്നോ? അത് പൂർണ്ണമായിരുന്നോ? അപ്പോൾ ആനന്ദം കിട്ടുന്നതിൽ അപൂർണത വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അടുത്ത വാചകത്തിനകത്തുണ്ട്. എൻ്റെ ആനന്ദം നിങ്ങൾ ഇരിക്കണം, നിങ്ങളുടെ ആനന്ദം സമ്പൂർണ്ണമാകുകയും വേണം. അപ്പോൾ കർത്താവിൻ്റെ ആനന്ദം നമുക്ക് കിട്ടിയിട്ട് അത് ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അത് പൂർണ്ണമായിട്ട് വരാതെ അതിനെ മുടക്കിക്കളയാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. അത് പൂർണ്ണമാകേണ്ട ആവശ്യം കർത്താവിനുണ്ട്. അപ്പോൾ ഇതുവരെയും നമ്മൾ സമ്പൂർണ്ണമായി ആനന്ദം ആസ്വദിച്ചിട്ടില്ല. അംശികമായി താൽക്കാലികമായി മാത്രമേ ഈ കർത്താവിൻ്റെ ആനന്ദം നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ. അത് പൂർണ്ണമാകാത്തതുകൊണ്ട് കർത്താവിന് ദുഃഖമുണ്ട്. കർത്താവിൻ്റെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം അത് അത്രത്തോളം നമ്മൾ ആനന്ദിക്കണം, ആസ്വദിക്കണം. എങ്കിൽ മാത്രമേ ജീവിത പങ്കാളികൾക്ക് സന്തുഷ്ടരാകാനൊക്കെ ഉള്ളൂ. ഭാര്യാഭർത്തക്കന്മാർ ഒന്നാകുമ്പോൾ അവിടെ ആത്മാവും മനസ്സും ശരീരവും പൂർണ്ണമായി ആനന്ദിച്ചാലേ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും അസന്തുഷ്ടി ഉണ്ടെങ്കിൽ മനസ്സില്ലാ മനസ്സോടെയാണ് അവരൊന്നിച്ചു ചേരുന്നെങ്കിൽ എല്ലാ ഹോർമോണുകളും ശരിക്കും വർക്ക് ചെയ്യണമെന്നില്ല,
എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അംഗവൈകല്യങ്ങളും ബുദ്ധിമാന്ദ്യമൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും 100% ആനന്ദം പങ്കിടാൻ കഴിഞ്ഞാലേ 100% ആരോഗ്യമുള്ള സൽസ്വഭാവികളായ കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളൂ. കർത്താവിൻ്റെ ആനന്ദം നോക്കി, കർത്താവിൻ്റെ ആനന്ദം നമ്മളിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് എത്ര ശതമാനം ഇരിക്കുന്നുണ്ട്? ഇപ്പോഴും എത്ര ശതമാനം കിട്ടി എന്ന് ചോദിക്കാമെന്ന് കർത്താവ് പറയും. ആനന്ദം സമ്പൂർണമായോ? ആനന്ദത്തെ അപൂർണമാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ കൂടെ ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാണ് എൻ്റെ കൽപ്പന. അപ്പോൾ ഈ ആനന്ദത്തിൻ്റെ പൂർണ്ണത ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഒത്തൊരുമിച്ച് ആനന്ദം പങ്കിടണമെന്നാണ്. കൈകാലുകൾ മരവിച്ചിരിക്കുകയാണെങ്കിൽ അവിടേക്ക് ജീവനും ശക്തിയും ഒഴുകി വരുന്നതോ ആ കൈകാലുകൾ കിട്ടുന്നതായ സന്തോഷം ആസ്വദിക്കാനൊക്കെയില്ല. ഏതെങ്കിലും അവയവങ്ങൾ രോഗബാധിതമാണെങ്കിൽ അവിടെ സന്തോഷിക്കാനൊക്കെയില്ല, അവിടെ വേദനയായിരിക്കും. അപ്പോൾ സഭയാകുന്ന ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഒരുപോലെ സജീവമായി ഈ തലയോട് ചേരുമ്പോൾ ആ തലയിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് സ്നേഹവും സന്തോഷവും പൂർണ്ണമാകുന്നത്. എൻ്റെ കൽപ്പന ഏതാണെന്നാണ് പറയുന്നത്. ഒരുവൻ സ്നേഹിതന്മാർക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതാരാണ് ആ ഒരുവൻ? യേശുവിനെ പോലെ ഒരുവൻ താൻ സ്നേഹിക്കുന്ന സഭയ്ക്ക് വേണ്ടി ജീവൻ മുഴുവൻ ഒഴുകിക്കളഞ്ഞ വേറെ ആരും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. നല്ല വാക്ക് പറയും, ചക്രവാക്കൊക്കെ പറയും. പക്ഷേ ജീവൻ്റെ കാര്യം വരുമ്പോൾ അതിനകത്ത് പൂർണ്ണതയില്ലാതെ അത് അപൂർണമായി മാത്രമേ കൊടുക്കാനൊക്കെ ഉള്ളൂ. ഒരു ഭർത്താവിനെ തൻ്റെ രക്തം മുഴുവനും ഭാര്യയ്ക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിലും കൊടുത്താൽ പിന്നെ ജീവിക്കാനൊക്കൂ? രക്തം മുഴുവനും ചത്തു. അപ്പോൾ ഭർത്താവിന് ഭാര്യയ്ക്കോ ഭാര്യയ്ക്കോ ഭർത്താവിന് കൊടുക്കാവുന്ന സ്നേഹത്തിനും ശക്തിക്കും ജീവനൊരു പരിധിയുണ്ട്. പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ ചത്തുപോകും. അതാണ് മനുഷ്യൻ്റെ ശാരീരികമായ ബലഹീനത, പരിമിതി. എന്നാൽ സ്വർഗീയ മണവാളനായ യേശു ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ സന്നിധിയിലിരിക്കുന്ന ആ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത, ആ ശരീരത്തിൻ്റെ ജീവൻ 100% നമുക്ക് തന്നിട്ട് പിന്നെയും ജീവിക്കാൻ ആളിന് കഴിവുണ്ട്. സഭയ്ക്ക് മുഴുവന് വേണ്ടി തന്റെ രക്തം മുഴുവൻ ഊറ്റിക്കൊടുത്തിട്ട് താൻ പിന്നെ ഉയർത്തെഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ഒരു മണവാളിനെ ആർക്കും കിട്ടുകയില്ല, നമുക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ കർത്താവ് മണവാട്ടിക്ക് വേണ്ടി തന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ ഊറ്റിക്കൊടുത്തു. പിന്നെ ഒട്ടും ഇല്ലെന്ന് അറിയിക്കാൻ വേണ്ടി വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടെ കൊടുത്തു. അതിനുവേണ്ടിയാണ് കുരിശേ കിടന്നപ്പോൾ കുത്താൻ അനുവദിച്ചത്. യേശുവിന് ചങ്കിലയോട്ട് കുത്തി കയറ്റി. എന്താ കുന്തം? ഉണ്ടായിരുന്ന രക്തം മുഴുവൻ ചോർന്നു പോയി. പിന്നെ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളവും കൂടെ ഇഞ്ഞു പോന്നു. അപ്പം പിന്നെ രക്തമില്ലെന്നുള്ളത് തെളിഞ്ഞോ? അവ 100% സ്നേഹിച്ചെന്ന് തെളിഞ്ഞോ? അത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം കർത്താവിൻ്റെ 100% സ്നേഹം തെളിയിക്കാൻ വേണ്ടിയാണ് കുത്തിക്കൊള്ളാൻ പറഞ്ഞത്. കുത്താൻ പിതാവ് അനുവദിച്ചത്. നീ ഇന്ന് കൊത്തി നോക്ക്. അപ്പോൾ അവിടെ ഇതിന് രക്തമൊന്നുമില്ല. ആ രക്തം മുഴുവനും ആർക്ക് വേണ്ടി കൊടുത്തു? മണവാട്ടിക്ക് കൊടുത്തു. മണവാട്ടിയെ ജീവിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ട് പിന്നെ മണവാളൻ പിന്നെ ജീവിക്കുക. 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫുള്ളായി. പിന്നെ ഈ ജീവനിനെ ആർക്കെങ്കിലും കളയാനൊക്കുമോ? എത്ര കൊടുത്താലും പിന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ യേശുവിൻ്റെ ഇപ്പോഴത്തെ ശരീരത്തിലെ രക്തത്തിൻ്റെയും ജീവന്റെയും പ്രത്യേകത അത് തന്നെ മണവാട്ടി ആയിരിക്കുന്ന എല്ലാ അവയവങ്ങൾക്കും കൊടുത്തിട്ട് പിന്നെയും ബാഹ്യ അവിടെ നിറഞ്ഞു നിൽക്കും. ഒരു കുറവില്ല. കൊടുക്കുന്ന പകരം ഏറുക. ജീവപ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താ? പ്രകാശത്തിൽ നിന്ന് ഒരു പ്രകാശം എടുത്താൽ കുറയും. ഇപ്പോൾ മെഴുതിരി കത്തിക്കൊണ്ടിരിക്കുന്നു. ആ മെഴുതിരിയിൽ നിന്ന് വേറെ മെഴുതിരി കത്തിച്ചാൽ ഇതിന് വല്ല കുറവ് വരുമോ? അതൊന്ന് ജ്വലിച്ച് പ്രകാശിക്കുക. അപ്പോൾ ജീവപ്രകാശമായ യേശുവിൻ്റെ ജീവനും ശക്തിയും സ്നേഹവും എല്ലാം മണവാട്ടിക്ക് മുഴുവൻ ഒഴുക്കിയും കൊടുക്കും. അവൾക്കത് കിട്ടും. അവൾ ഇങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. രണ്ടുപേർക്കും തീരുകയില്ല. ഇപ്പോഴാണ് കൊടുത്താൽ തീരും, കിട്ടാൻ വിഷമമാണ്. പരിധി വരെ നോക്കിക്കോണം. പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചത്തുപോകാനാണ് സാധ്യത. മനുഷ്യൻ്റെ കൊടുക്കാൻ വാങ്ങിക്കാനുള്ള പരിധി അവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരത്തിന് മാത്രമേ ജീവൻ മുഴുവൻ കൊടുത്തിട്ട് സ്നേഹം മുഴുവൻ കാണിച്ചിട്ട് മരിക്കാതെ സജീവമായി വീണ്ടും ആ ജീവൻ കൊടുത്തുകൊണ്ടേയിരിക്കാൻ സാധിക്കുന്ന ഒരു മണവാളൻ യേശു മാത്രമാണ്. നമുക്കിപ്പോൾ നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലാണ് ആ സ്നേഹം ആസ്വദിക്കാനുള്ള കഴിവിപ്പോഴുള്ളത്. നമ്മുടെ ആത്മാവിനും നമ്മുടെ ദേഹിയും കൂടെ ചേർന്നുള്ള അകത്തെ മനുഷ്യൻ വളരുന്നതിനനുസരിച്ച് യേശുവിൻ്റെ സ്നേഹം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും. പക്ഷെ അത് പൂർണ്ണമാകുന്നില്ല.
യേശുവിനോളം നമ്മൾ വളർന്നതിന് ശേഷമേ യേശുവിൻ്റെ സ്നേഹം മുഴുവനും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ കർത്താവിന് സങ്കടം ഇതുവരെയും തീർന്നിട്ടില്ല. കർത്താവ് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുക 100% സ്നേഹം തരാൻ. നമ്മൾ റെഡിയാണോ? നമ്മൾ വളർന്നിട്ടുമില്ല, നമുക്ക് രോഗവും മാറിയിട്ടില്ല, ക്ഷീണവും മാറിയിട്ടില്ല, ഇതെല്ലാം പരിമിതികളുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് തരാൻ തയ്യാറാണ്. നമുക്ക് അങ്ങോട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നില്ലാത്ത സങ്കടമാണ് കർത്താവിനുള്ളത്. നമ്മൾ ആ സങ്കടം തീർത്തു കൊടുക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ പ്രാണൻ മുഴുവനും അവൻ്റെ ഉള്ളിലെത്തണം. അപ്പോൾ ഇപ്പം നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേറ്റില്ലാത്തതുകൊണ്ട് ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് സ്നേഹം പകരാൻ ഇപ്പം വിഷമമാണ്, അകന്നായിരിക്കുന്നത്. ശരീരം പിതാവിനെ വെളുത്തുവാതിരിക്കുന്നത് നമ്മുടെ ശരീരം ഭൂമിയിൽ കിടക്കുന്നു. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ദൈവത്തിൻ്റെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹം ആത്മാവിൽ കൂടെ ദേഹിയിൽ കൂടെ ഒഴുകി വരുന്നതേ കിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ ശരീരം കൂടെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവിൻ്റെ ശരീരം പോലെ ഒരു ശരീരം നമുക്ക് കിട്ടും. ആ ശരീരം ഈ ശരീരം ഒന്നായി തീരും. അതാണ് ഈ യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത. ആ ശരീരത്തിനകത്ത് 100% നമുക്ക് കയറിയിരിക്കാൻ സാധിക്കും. ആ ശരീരത്തിൽ 100% നമ്മളിരിക്കാനും സാധിക്കും. ഭാര്യാഭർത്താക്കന്മാരുടെ ശരീരത്തിൻ്റെ ഒരു അറ്റം മാത്രമേ, ശരീരം ശകലം മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ, ബാക്കി വെളിയിൽ കിടക്കുക. അതൊരു പരിധിയാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരത്തിന് സ്ഥലകാല പരിമിതിയില്ല. കഥ അടച്ചിട്ടാലും അകത്ത് കയറാം, കഥ തുറക്കാതെ വെളിയിലും പോകാൻ. അങ്ങനത്തെ ഒരു ശരീരമാണ്. അങ്ങനത്തെ ശരീരം നമുക്കും കിട്ടും. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ശരീരം യേശുവിൻ്റെ ശരീരം പോലെ ആകുമ്പോൾ നമുക്ക് 100% യേശുവിൻ്റെ ശരീരത്തിനകത്ത് കയറാൻ സാധിക്കും. കർത്താവിൻ്റെ ശരീരം 100% നമ്മുടെ അകത്തും കയറും. അങ്ങനെ നമുക്ക് പൂർണ്ണമായി യേശുവിൽ ഒന്നാകാൻ സാധിക്കുന്നതാണ് മിസ്റ്റിക്കൽ മാരേജ് എന്നതിൻ്റെ പേര്. മിസ്റ്റിക്കൽ മാരേജ് എന്നാണ് വേദശാസ്ത്രം കൊടുത്തിരിക്കുന്ന പേര്. അങ്ങനെ ഒരു കരിക്കട്ടയിൽ തീ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കരിക്കട്ടയും തീയും ഒന്നായി. പിന്നെ കരിക്കട്ടയല്ല, പിന്നെ തീക്കട്ടയാണ്. തീയുടെ സ്വഭാവം മുഴുവനും കരിക്കട്ടയ്ക്ക് തീക്കട്ടയാകുമ്പം കിട്ടുകയാണ്. നമ്മൾ വെറും തടിയും കരിയും കരിക്കട്ടയും പോലെയൊക്കെയാണ് പെരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങോട്ട് കയറി അങ്ങനെ 100% യേശുവിൻ്റെ ആത്മാവിലാകാമെങ്കിൽ നമുക്ക് തീക്കട്ട പോലെ യേശുവിൻ്റെ അതേ സ്വഭാവമായി തീരുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ കല്യാണ ദിവസം നമ്മുടെ ശരീരവും കൂടെ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ കല്യാണത്തിൻ്റെ അന്ന് 100% കർത്താവിൻ്റെ അകത്ത് നമുക്ക് കയറാൻ സാധിക്കും. പിന്നെ നമ്മളെ കാണാനേ കിട്ടുക എന്നാണ് പറയുന്നത്. അതെന്തൊരു രസമായിരിക്കും. പിന്നെ മന്ദിരം കണ്ടില്ല എന്നൊരു വചനമുണ്ട്. അതെവിടെയാണെന്നറിയാം? വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഇപ്പം മന്ദിരം കാണാം. ഇപ്പം കാണാവുന്ന മന്ദിരം അകലത്തിലാണ്. അങ്ങനെ ശരിയായ കല്യാണം കഴിഞ്ഞാൽ പിന്നെ മന്ദിരം കാണാൻ കിട്ടുകയില്ല. മന്ദിരം ഈ മണവാളൻ്റെ അകത്തായിരിക്കും 100%. മണവാളൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കും. എല്ലാ സെല്ലുകൾക്കും എല്ലാ അവയവങ്ങൾക്കും പൂർണ്ണമായി കർത്താവിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളോട് പറ്റിച്ചേർന്ന് ഒന്നായി തീരാൻ സാധിക്കുന്ന ഒരു യൂണിയനുണ്ട്. മിസ്റ്റിക്കൽ യൂണിയൻ എന്നാണ് അതിൻ്റെ പേര്. ഇത്രയൊക്കെ വലിയ സന്തോഷങ്ങളാണ് നമുക്ക് ദൈവം കരുതിയിരിക്കുന്നത്. അത് ആത്മാവിലും ദേഹിയിലും കുറേശ്ശെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രാണൻ 100% യേശുവിലാകാമെങ്കിൽ യേശുവിൻ്റെ മാറിൽ പോയി ഒളിച്ചിരിക്കാൻ ഒരു പ്രത്യേക അറയുണ്ട് അവിടെ. അതെവിടെ എഴുതിയിരിക്കുന്നറിയാവോ? 16-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം. സ്വർഗത്തിലെ അപ്പച്ചൻ ദാവീദ് മുഖാന്തരം പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ദാവീദിൻ്റെ കൊച്ചുമകനായ യേശു അവസാനം എല്ലാവർക്കും ആനന്ദവും പ്രമോദവും എല്ലാം കൊടുക്കാൻ പിതാവിൻ്റെ വലുതാത്തവൻ ഇരിക്കുന്ന നമ്മുടെ പ്രാണക്കുട്ടി അങ്ങ് ചെല്ലാൻ വേണ്ടിയാണ്. 16-ാം സങ്കീർത്തനത്തിൽ എത്രാം വാക്യം അത്? എങ്ങനെ എഴുതിയിരിക്കുന്നത്? പിതാവിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദം ഉണ്ടെന്നാണ് പറഞ്ഞത്. എങ്ങനെയാ വാക്യം എന്ന് പറഞ്ഞാട്ട്? നിന്റെ സന്നിധിയിൽ സന്തോഷവും നിന്റെ സന്നിധിയിൽ എന്നും പരിപൂർണ ആനന്ദവും പ്രമോദവും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നില്ലേ? എന്നും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുതുവത്സരത്തിൻ്റെ ഈ ദിവസവും ഇല്ലേ അങ്ങനെ ഒരു ആനന്ദം? നമ്മുടെ പ്രാണൻ 100% യേശുവിൻ്റെ മാറിലുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൽ നമ്മുടെ ആത്മാവിലേക്കും ദേഹിയിൽ നിന്നും ദേഹിയിലേക്കും ആനന്ദം വരും, സന്തോഷം വരും. ശരീരം അകന്നിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ഒഴുകി വരുന്ന ശകലം ഇങ്ങ് വരുമെന്നേ ഉള്ളൂ. ഏതാ? ശരീരം അകലത്തായോണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ശരീരത്തിൻ്റെ പ്രത്യേകത, ഒരു മകൾ അമേരിക്കയിൽ ജോലിക്ക് പോയി, ശമ്പളം കിട്ടി, പുതുവത്സരത്തിന് അവിടുന്ന് ഒരു സമ്മാനം ഇങ്ങോട്ട് അയച്ചു തന്നു, കുറച്ച് പണവും അയച്ചു തന്നു. അവൾ അവിടെ ഇരിക്കുക, അമ്മ വീട്ടില, അപ്പനും വീട്ടിലുണ്ട്. അപ്പനും അമ്മയ്ക്കും മോളുടെ സമ്മാനം പോസ്റ്റ്മാൻ കൊണ്ട് കൊടുക്കുമ്പോൾ കയ്യിലെന്താ? ഫോണിൽ കൂടെ സംസാരം കേൾക്കുമ്പോൾ ശബ്ദം കേൾക്കാം, പക്ഷെ ശരീരം അവിടെ കിടക്കുന്നു, ഭൂമിയുടെ മറുവശത്താണ് കിടക്കുന്നത്. അപ്പോൾ ശരീരം അകലത്തിലാണെങ്കിലും ആത്മാവും മനസ്സും തമ്മിൽ പൊരുത്തപ്പെടുന്നു, സന്തോഷം ഏറ്റവും. പക്ഷേ അതിനകത്തൊരു അപൂർണതയുണ്ട്. ശരീരത്തിൻ്റെ അകൽച്ച കൊണ്ടുള്ള അപൂർണതയാണ്.
അപ്പം നമ്മുടെ പ്രാണക്കുട്ടികൾ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിൻ്റെ ഉള്ളിൽ എത്തിച്ചേരുകയാണെങ്കിൽ സ്വർഗത്തിലെ ആനന്ദം മുഴുവനും അവളെ ഏറ്റുവാങ്ങും. എന്നിട്ട് അമ്മച്ചിക്ക് ഇങ്ങോട്ട് അയച്ചു തരും. അമ്മച്ചി ആരാ? ശരീരം. അപ്പനാരാ? നമ്മുടെ ആത്മാവ്. അപ്പം നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും സ്വർഗത്തിലെ പ്രാണക്കുട്ടി ഏറ്റുവാങ്ങുന്ന സ്നേഹവും സന്തോഷവും വാങ്ങിച്ച് ഇങ്ങോട്ട് അയച്ചു തരും. ആത്മാവിന് അത് സ്വർഗം വരെ പോകാൻ കഴിവുള്ളതുകൊണ്ട് അത് അതേപടി അനുഭവിച്ച് ആസ്വദിക്കാൻ സാധിക്കും. ശരീരം അവിടെ വരെ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് അതിനകത്തിൽ അപൂർണതകൾ കാണുമെങ്കിലും പേടിക്കണ്ട. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ അപൂർണത അങ്ങ് മാറും. അപ്പം അങ്ങനെ ഓരോ ദിവസവും ഓരോ കുർബാനയും കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് നീങ്ങുന്നതനുസരിച്ച് 100% പ്രാണന് സ്വർഗത്തിലായാൽ 2/3 ആനന്ദിക്കും, 1/3 ഇവിടെ കിടക്കും. അത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മോളെ വിളിക്കുകയും പറയുകയും വല്ലതും കഴിച്ചു തരുമ്പോൾ ഒരു സന്തോഷം, പിന്നെ അസുഖം, പിന്നെ ക്ഷീണം, തളർച്ച. പ്രത്യാശ എന്നാ? അവിടെ ഇനി വരും ഇനി എന്നെ കൊണ്ടുപോകാനായിട്ട്. ഏതാ? അമേരിക്കയിൽ പോകുന്ന മക്കള് വീസ ഒക്കെ എടുത്ത് ഇമ്മിഗ്രൻ്റ് വീസ ആയിട്ട് അമ്മച്ചിയും കൂട്ടിക്കൊണ്ട് പോയി പിന്നെ എന്നും അവിടെ താമസമാണ്. ഇപ്പം വല്ലപ്പോഴൊക്കെ വരാനേ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ പ്രാണക്കുട്ടി ഇപ്പോൾ പോയി അവിടെ നിന്ന് വല്ലപ്പോഴൊക്കെ അയച്ചു തരും. പിന്നെ കർത്താവിൻ്റെ കല്യാണത്തിന് അന്ന് അവളും കൂടെ മോൻ്റെ കൂടെ ഇനി വന്ന് നമ്മളങ്ങ് കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി പൂർണ്ണ സന്തോഷത്തിലെത്തും. ഈ പ്രത്യാശയിലാണ് നമ്മൾ ഓരോ കുർബാനയും ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ ആനന്ദം പൂർണ്ണമാകണമെങ്കിൽ പ്രാണൻ മുഴുവനും ഇപ്പോൾ യേശുവിലാകണം. അതിന് നമ്മൾ ഓരോ ദിവസവും ബന്ധപ്പെടുക, കാത്തിരിക്കുക. അങ്ങനെ 100% പ്രാണനും യേശുവിലാകുന്നതിന് തടസ്സം എന്താണ്? പ്രാണന്റെ വീണ്ടെടുപ്പിന് കാത്തിരിക്കേണ്ടടുത്ത് കാത്തിരിക്കണം, വിടേണ്ടത് വിടണം, കളയേണ്ടത് കളയണം എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട അബ്രഹാമിൻ്റെ സ്വഭാവത്തിൽ, അബ്രഹാമിൻ്റെയും സാറായുടെയും ഇസ്ഹാക്കിൻ്റെയും ഒക്കെ സ്വഭാവത്തിൽ ജീവിച്ചെങ്കിലേ ഈ വാക്തത്വ നാടായ പാലും തേനും ദേശത്ത് എത്തിച്ചേരാനൊക്കെ ഉള്ളൂ. അതിന് വിടേണ്ടത് വിടേണ്ടി വരും, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടി വരും, കളയേണ്ടത് കളയേണ്ടി വരും, പറയേണ്ടത് നിൽക്കേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ മാത്രമേ നമുക്ക് പൂർണ്ണതയിലെത്താനൊക്കെ ഉള്ളൂ. നമ്മുടെ പ്രാണൻ 100% യേശുവിലാകാത്തത് അത് എവിടെയൊക്കെയോ ഒട്ടിക്കിടക്കുന്നു, എവിടെയൊക്കെയോ പറ്റിക്കിടക്കുന്നു, എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്നു. അത് സ്വയാശ്രയത്തിൽ പാതാളത്തിലൊരു വശമുണ്ട്. അതിനെല്ലാം വിടുവിച്ച് ദൈവത്തിൽ കൊണ്ടുചെല്ലാമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം ആസ്വദിച്ചിട്ട് നമ്മുടെ ശരീരമാകുന്ന ഈ തള്ളയുടെ ക്ഷീണവും വളർച്ചയും രോഗവും എല്ലാം ഈ സന്തോഷം കൊണ്ട് നമുക്ക് അതിനകത്ത് മുക്കിക്കളയാൻ സാധിക്കും. അങ്ങനെ നാൾതോറും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം കൊണ്ട് നമുക്ക് ക്ഷീണം മാറ്റാം, തളർച്ച മാറ്റാം, രോഗം മാറ്റാം, സന്തുഷ്ടഹൃദയമായ നല്ല ഔഷധം കിട്ടും. ഈ പുതുവത്സരത്തിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ നമ്മുടെ പ്രാണക്കുട്ടി അങ്ങ് ചെന്നിട്ടുണ്ട്. ആത്മാവും പ്രാണക്കുട്ടിയും കൂടെ നമുക്ക് അയച്ചു തരുന്ന, തള്ളമാർക്ക് അയച്ചു തരുന്ന, ശരീരമാകുന്ന തള്ളമാർക്കുള്ള അനുഗ്രഹങ്ങൾ സമ്മാനം ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ആരാധന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ആത്മാവിലുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കി കഴിഞ്ഞാൽ ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് പറയുന്ന 100% നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യും. അപ്പോൾ മാത്രമേ നമുക്ക് കിട്ടേണ്ടത് കിട്ടുകയുള്ളൂ. നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടേണ്ടതെല്ലാം കിട്ടുകയുള്ളൂ. നമ്മൾ എന്തെല്ലാമാണ് കൊടുക്കേണ്ടത്? അബ്രഹാം വിശ്വാസികളുടെ പിതാവായി പാലും തേനും ഒഴുകുന്ന ദേശം താനും തൻ്റെ മക്കളും കൂടെ ആർജിക്കുവാൻ തക്കോണം താൻ അയക്കുന്നിടത്തുനിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉപേക്ഷിക്കാൻ പറഞ്ഞതെല്ലാം ഉപേക്ഷിച്ചു. ചെല്ലുന്നിടത്തെല്ലാം ആരാധന. എല്ലാത്തിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്നതിലേക്കാണ് ഈ ആരാധന. ആരാധനയിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ബലി കഴിക്കുന്നത്. ആ മോറിയാ മരിയയിലെ ആരാധന, അതിൻ്റെ പ്രത്യേകത എന്താ? 100-ാം വയസ്സിൽ കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെക്കാൾ അധികം കൊച്ചിനോട് താല്പര്യമായി. പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ കുറഞ്ഞു. കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ട് നടപ്പ് തന്നെയായി. കൊച്ചിൻ്റെ കൂടെ കിടപ്പും കൊച്ചിനെ എടുത്തുകൊണ്ട് നടപ്പും കൊച്ചിനെ കളിപ്പീരും മാത്രമായി. അതങ്ങ് രസിക്കുക. കാരണം 100-ാമത്തെ വയസ്സിൽ കിട്ടിയ കൊച്ചല്ലേ, എത്ര കളിപ്പിച്ചാലും കൊതി തീരുകയില്ല, എത്ര കൊണ്ടു നടന്നാലും കൊതി തീരുക, എത്ര ഓമനിച്ചാലും തീരുക, പിന്നെ അങ്ങ് കൊതിയ, അതുപോലെ അങ്ങ് ആഗ്രഹിക്കുക. അപ്പോഴത്തേക്ക് കർത്താവിനെ അങ്ങ് മറന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് കർത്താവ് ദാനങ്ങൾ കിട്ടുമ്പോൾ ദാതാവിനെ മറക്കുന്ന ബലഹീനത എല്ലാവർക്കും ഉണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനും അതുണ്ടായെങ്കിൽ 100-ാം വയസ്സിലുണ്ടായപ്പോൾ നമ്മുടെ കാര്യം പറയണോ? എന്നും ഈ ബലഹീനത നമുക്കുണ്ടായിരിക്കും. വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതിനോടാവും താല്പര്യം, അതിന് പുറകെ അങ്ങ് പോകും. എന്നാൽ ആ കിട്ടിയതിനേക്കാൾ തന്നതിനോട് സ്നേഹം തെളിയിക്കാനാണ് എല്ലാം മാറ്റി വെച്ചേച്ച് പ്രാർത്ഥിക്കാൻ വരുന്നത്. യാമപ്രാർത്ഥനകൾ വെച്ചേക്കുന്നതിനാണ്. എന്തെല്ലാം രസകരമായ വേല ചെയ്തുകൊണ്ടിരുന്നാലും കൃത്യം 9 മണിയാകുമ്പോൾ രാവിലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സമയമാണിത്, എല്ലാം മാറിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോൾ നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണേലും, എത്ര ഇഷ്ടപ്പെട്ടവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണേലും, എത്ര ഇഷ്ടപ്പെട്ടവരോട് എന്നാക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനും അതവിടെ കട്ട് ചെയ്തിട്ട്
പ്രാർത്ഥിക്കേണ്ട സമയമാണെന്ന് പോയി മുട്ടുകുത്തിയാൽ നമ്മൾ ആരോട് വർത്താനം പറഞ്ഞാൽ അവർക്ക് ദൈവസ്നേഹം കൊണ്ട് അവർ പൊക്കോളും. എന്താ ദൈവസ്നേഹം ഇല്ലാത്തവരെ പിരിച്ചുവിടാമെന്ന് ആഗ്രഹമെന്നറിയാവോ? പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ മതി. അവർ കൂടെ കൂടിയാൽ അവർ ദൈവത്തിൽ ആനന്ദിച്ചു. അല്ലെങ്കിൽ അവർ ഇട്ടേച്ച് പൊക്കോളും, പിന്നെ അവർ കയറുകയില്ല. എപ്പം വന്നാലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മതി. പോകേണ്ടവർ പൊക്കോളും, നിൽക്കേണ്ടവർ നിന്നോളും. അപ്പം അങ്ങനെ നമ്മുടെ കൂടെ പലതും കൂടും. അതിനെ മാറ്റാനുള്ള മാർഗ്ഗമാണ് പ്രാർത്ഥന. അതുകൊണ്ട് നമ്മുടെ ഇവിടെ ആരെല്ലാം വരും? പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്തവർ അവിശ്വാസികളെല്ലാം, ജഡീകരും പ്രാകൃതരും, പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ലാത്തവരും, അവർക്ക് അത്യാഗ്രഹം മാത്രമേ ഉള്ളൂ. അവരെല്ലാം നമ്മുടെ അടുത്ത് ജഡീകരും പ്രാകൃതരും പിശാചികളും നമ്മുടെ കൂടെ ഇങ്ങനെ വരും. പ്രാർത്ഥന മുടക്കും, മടുപ്പിക്കും, പല കാര്യങ്ങളും രസവും തരും. അപ്പം എന്നാ പറയണം? പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ പോകേണ്ടവർ പൊക്കോളും, നിൽക്കേണ്ടവർ നിന്നോളും. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അബ്രഹാമിന് ഇസ്ഹാക്കിനോട് ഭയങ്കര താല്പര്യം. അപ്പോൾ ഒരു ദിവസം കർത്താവ് അങ്ങോട്ട് എന്ന് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ ബലി കഴിച്ചാലേ നമ്മൾ തമ്മിൽ ഇടപാടുള്ളൂ. അല്ലെങ്കിൽ കൊച്ചിനെ കൊണ്ട് ഇരിക്കേണ്ടി വരും. ഇനി ഒത്തിരി തരാൻ വെച്ചിരിക്കുന്നു, ഇനി ഒത്തിരി പിള്ളേരെ ഇനിയും കിട്ടാനുണ്ട്, ഇതിങ്ങോട്ട് മതിയെങ്കിൽ പൊക്കോ, ഇനി വേറെ കിടപ്പുണ്ട്, നീ തീരുമാനിച്ചോ. ഈ കൊച്ചിനെ കൊണ്ട് വേണം പരിപാടി നേടെ നിർത്താം, ഇതിനെ ബലി കഴിച്ചിട്ട് വേണമെങ്കിൽ ഇനിയും കിട്ടുന്നതിനെ വാങ്ങിക്കാം. അപ്പോൾ അബ്രഹാമിനെ വിചാരിച്ചു, കിട്ടിയത് പൊക്കോട്ടെ. അപ്പം ഞാൻ ഈ കുഞ്ഞിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇതിനെ ഞാൻ ബലി കഴിച്ചേക്കാം. 3 ദിവസം നടന്ന് അങ്ങനെ മോറിയാമറിയെ കൊണ്ട് കെട്ടി ബലിപീഠത്തെ വെച്ചു കൊടുത്തു, വാളെടുത്തു, ഒരൊറ്റ സെക്കൻഡിനോട് കഴിഞ്ഞാൽ കഴുത്താർത്തിരിക്കും. അവൻ കൊന്നതിന് തുല്യമായി. അപ്പം ദൈവം തമ്പുരാൻ കയറി പിടിച്ചു, എനിക്കിപ്പം മനസ്സിലായി നീ എന്നെ സ്നേഹിക്കണമെന്ന്. ഇന്നലെ മനസ്സിലായോ? ഇല്ല. ഇന്നലെ ഈ കൊച്ചിനെ കൊണ്ട് നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഇന്ന് കൊടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വേണം ദൈവം അവിടെ ഇടപാട് നിർത്തിയിട്ട് അബ്രഹാമിന് വേണേൽ കൊച്ചിനെ കൊണ്ട് ജീവിക്കായിരുന്നു. പക്ഷെ അതല്ല, ആ കൊച്ചിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്നത് തെളിയിച്ചതുകൊണ്ടാണ്. എല്ലാം അറിയാവുന്ന കർത്താവ് പറയുകയാണ്, ഇപ്പം നീ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കുന്നുണ്ടോ ദൈവത്തെ? നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥന കാണുമ്പം എന്തെല്ലാം ഉപേക്ഷിച്ചാണ്, എന്തെല്ലാം സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കും നോക്കും. മൊബൈൽ ഫോൺ ഓഫ് ചെയ്തേച്ചാണോ കയറിയത്? എന്താ മൊബൈൽ ഫോണിൽ കൂടി ആരെങ്കിലും വിളിക്കുമെന്ന് താല്പര്യമുണ്ട്, അത് അവരെ പ്രാർത്ഥിക്കുന്നവരെ കേൾപ്പിച്ചാൽ മതി. സൈലന്റിലിട്ടാനുള്ള ഗുണമെന്നാണെന്നറിയാമോ? ആരെങ്കിലും ഫോൺ ചെയ്താൽ കിടന്ന് വിറയ്ക്കും. അപ്പോൾ ഫോൺ വരണമെന്ന് മനസ്സിലായി, പക്ഷെ ആർക്ക് ശല്യമില്ല. അത് ഫോൺ ചെയ്ത് വെച്ചേക്കാമെങ്കിൽ ഫോൺ വിളിച്ചവർക്ക് എന്നാ മനസ്സിലാവും? പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണേൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ ഇവിടുത്തെ പ്രസംഗം കേൾക്കാം, അവർക്ക് വേണേൽ അവരോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അവരത് ഓഫ് ചെയ്ത് പൊക്കോളും. അല്ലാതെ അന്നേരം ഇതും കൊണ്ട് ഓടുകയല്ല വേണ്ടത്. ഏതാ ആരെങ്കിലും ഫോൺ വിളിച്ചെന്ന് ഓടണ്ട, അത് ഓൺ ചെയ്ത് ഇവിടെ തന്നെ വെച്ചേരെ. അവർ വേണേൽ കൂടും, അല്ലേ പൊക്കോളും. അപ്പം പിന്നെ വിളിക്കും അവർ ഇന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കുന്ന സമയം പിന്നെ വിളിക്കുകയില്ല. ഇതാ മാർഗം. അപ്പം എല്ലാത്തിനേക്കാൾ അധികം കർത്താവ് സ്നേഹിക്കുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ യേശു നമ്മളോട് കാണും, ആ ദൈവം നമ്മളോട് കാണും എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നിടത്ത് നിൽക്കാനും പറയുന്നിടത്ത് പോകാനും പറയുന്നത് ഉപേക്ഷിക്കാനും തയ്യാറായാലേ ദൈവം നമ്മുടെ സ്വന്തം ആകുകയുള്ളൂ. അതിന് പരിശുദ്ധാത്മാവിനോട് ഒന്നുകൂടെ കൂട്ടി വിളിച്ചപ്പോൾ യാചിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ഒത്തിരി ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ദാനങ്ങൾ കിട്ടിയപ്പോൾ ദാതാവിനെ പറഞ്ഞ ഒത്തിരി സംഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നോയമ്പ് കാലത്ത് ഭാര്യയേക്കാൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഭർത്താവിനേക്കാൾ സ്നേഹിക്കുന്നു, മക്കളെക്കാൾ അധികം, ജോലിയേക്കാൾ അധികം, എന്തിനേക്കാൾ അധികം ഞാൻ ദൈവത്തെ സ്നേഹിക്കും തെളിയിക്കാൻ വേണ്ടിയാണ് ഒന്നും കഴിക്കാതെ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താ അത് കഴിഞ്ഞാൽ ഇതെല്ലാം കർത്താവ് എടുത്ത് നമുക്ക് തരികയാണ്. അതുകൊണ്ട് ഇന്ന് ഈ പുതുപരിസരത്തിൽ കഴിഞ്ഞ ഈ 2015 ഇതുവരെയുള്ള നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദാനങ്ങളെക്കാൾ ദാതാവിനെ സ്നേഹിച്ചിട്ടില്ല. ദാതാവിനേക്കാൾ ദാനങ്ങളെ സ്നേഹിക്കുന്ന അറിയാൻ വേണ്ടി മുഴുവനും ബലിപീഠത്തേക്ക് വെച്ചേക്കാം. എന്നിട്ട് പരിശുദ്ധാത്മാവ് തരുമ്പോൾ മതിയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ളതായ കുറവ് നമുക്ക് ഏറ്റുപറയുകയാണ്. സഹോദരി സംഘങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. രാവിലെ ഞാൻ വരുമേ സവിതേ തരിക പുതുകൃപകൾ, ഇന്നേ ഗണമേ കൃപകൾ, എന്നും കൃപകൾ പുതുതായി യേശു മഹാരാജ. അതിരാവിലെ ഞാൻ വരുമേ സവിതേ തരിക പുതുകൃപകൾ, ഇന്നേകൻ. പുതുവത്സരത്തിൽ പുത്തൻ കൃപ തരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഈ പുത്തൻ കൃപ ഈ വർഷം മുഴുവനും നീണ്ടു നിൽക്കുവാൻ, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കർത്താവ് വരുവാണെങ്കിൽ കർത്താവിൻ്റെ കല്യാണമണ്ഡപത്തിലെത്താൻ, എന്നും കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുങ്ങിയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പുതുവത്സര കുർബാനയെ സംബന്ധിച്ച് കുർബാന അനുഭവിച്ച നമ്മുടെ ഉദരത്തിലെത്തിയിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ നിലവാരം അളക്കാൻ പോവുകയാണ്.
നമ്മുടെ ആത്മീയ നിലവാരം എന്താണെന്ന് ചെക്കപ്പ് ചെയ്ത് അളന്നിട്ട് അതിനി എത്രത്തോളം വളർത്താനുണ്ട്, ദൈവം ഓരോ ദിവസവും ഓരോ മിനിറ്റ് നമുക്ക് നീട്ടിത്തരുന്നത് എന്തിനാണെന്ന് അറിഞ്ഞുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ഇപ്പോൾ സ്വയപരിശോധന ചെയ്യുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സ്വയപരിശോധന ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വിവേചന വരം ജ്വലിപ്പിച്ചാൽ സകലതും ശോധന ചെയ്ത് നല്ലത് മുറിവ് പിടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ആത്മീയ നിലവാരം നിങ്ങൾ തന്നെയാണ് അളക്കേണ്ടത്. പരിശുദ്ധാത്മാവിന് സകലവും ശോധന ചെയ്യാനറിയാം. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ വിവേചിക്കുവാനുള്ള വരം തന്നിരിക്കുന്നു. ഈ സ്വയവിവേചന വരം, സ്വയപരിശോധന വരം പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നമുക്ക് തരുന്നത്? അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഈ വർഷം നല്ലോണം ബോധ്യമായി കാണും. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ദൈവം പറഞ്ഞെടുത്ത് നിന്നാലേ, പറഞ്ഞെടുത്ത് ഇരുന്നാലേ, പറഞ്ഞെടുത്ത് പോയാലേ കിട്ടുള്ളൂ. ഈ വർഷം കിട്ടിയ ഏറ്റവും വലിയ സന്ദേശം. അപ്പോൾ നമുക്ക് അതിന് നല്ല ദൃഷ്ടാന്തങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. നമുക്കിന്ന് കുടുംബജീവിതമായാലും സന്യാസ ജീവിതമായാലും സഭാജീവിതമായാലും ഔദ്യോഗിക ജീവിതമായാലും 100% സന്തോഷമില്ല, 100% ആനന്ദമില്ല. കർത്താവ് നമുക്ക് തന്ന ആനന്ദം മുഴുവൻ കിട്ടിയിട്ടില്ല. കിട്ടിയ ആനന്ദം പലതും നഷ്ടപ്പെട്ടു പോയി. എന്നും എപ്പോഴും കർത്താവിൽ ആനന്ദിക്കാൻ എന്താണ് മാർഗം? അതിനെന്താണ് തടസ്സം? കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാം ചോദിച്ച് ചെയ്താൽ മാത്രമേ സ്നേഹം നിലനിൽക്കുകയുള്ളൂ. കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. കൽപ്പന ലഭിച്ച് പ്രമാണിക്കണമെങ്കിൽ എല്ലാം ചോദിച്ചും പറഞ്ഞിരിക്കണം. ഇന്നത്തെ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എല്ലാ കാര്യം ചോദിച്ചും പറഞ്ഞൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൂ. അല്ലെ വരുമ്പോഴേ ചോദിക്കാനൊക്കെ ഉള്ളൂ, പോകുന്നതേ ചോദിക്കാനൊക്കെ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പഴയ കാലങ്ങളൊക്കെ ഭർത്താവ് ജോലിക്ക് പോയാൽ തിരിച്ചു വരുന്നത് നോക്കിയിരിക്കുക, ഒരു അഭിപ്രായം ചോദിക്കാനുണ്ട്, പിന്നെ സന്ധ്യയ്ക്ക് ചോദിക്കാൻ ഒക്കെ. ഇപ്പം വല്ല വിഷമമുണ്ടോ? രണ്ടുപേരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. എപ്പോൾ എന്നാ തോന്നിയാലും അച്ചായോത് ഇങ്ങനെയൊരു കാര്യം എന്നാ ചെയ്യണം? എന്താ? എൻ്റെ മുറിയുടെ പടിക്കൽ ഒരാൾ ഒരു മുറി നന്നാക്കാനായിട്ട് ഒരു എഞ്ചിനീയർ വന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടു. എൻ്റെ മുറിയുടെ അടുത്തൊരു അച്ഛന് ഒരു പുതിയ മുറി നന്നാക്കി എടുത്ത് താമസിക്കാൻ ഒരുങ്ങുക. 1-2 ലക്ഷം രൂപയുടെ പണിയുണ്ട് അവിടെ. ഇലക്ട്രീഷ്യൻ വരുന്നു, അതെല്ലാം കോൺട്രാക്റ്റ് പിടിച്ചിരിക്കുകയാണ് ഒരു കോൺട്രാക്ടർ. ആ കോൺട്രാക്ടർ പലയിടത്ത് പണിയുണ്ട്. ഞാൻ മുറിക്കാത്തിരിപ്പുണ്ട്, പക്ഷേ ഞാൻ മുറിക്കാത്തുണ്ടെന്നുള്ള ഇയാൾക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മുറിയുടെ പടിക്കലൊരു കസേര കിടപ്പുണ്ടായിരുന്നു. ആ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഇയാൾ കൺട്രോളിങ്. ഏതാ? ഭാര്യയെ വിളിച്ച വീട്ടിലെ കാര്യം പറയും, വേറെ ജോലി നടക്കുന്നിടത്ത് അവരെ ജോലിക്കാരെ വിളിച്ചാൽ അവരാ കാര്യം ചെയ്യാൻ പറയും, അവരിങ്ങോട്ട് വിളിച്ചാൽ ഈ ജോലി എങ്ങനെയാണ് ചെയ്യണമെന്ന് അങ്ങോട്ട് ചോദിക്കും. ഇങ്ങനെ പോയി തിരക്കിട്ട വർത്തമാനങ്ങളാണ് ഇതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മൊബൈൽ ഫോണിൻ്റെ ഗുണമാണ് പറഞ്ഞത്. മൊബൈൽ ഫോണുള്ള ഒരു കോൺട്രാക്ടർക്ക് പല സ്ഥലത്ത് ജോലി നിയന്ത്രിക്കാൻ സാധിക്കും. ഒരേ സമയത്ത് ഭാര്യയോട് വർത്താനം പറയാം, മക്കളോട് വർത്താനം പറയാം, എവിടെയൊക്കെ ആളുണ്ടെങ്കിൽ അവരോടൊക്കെ വർത്താനം പറയാം, ജോലി ഇവിടെ നടക്കുകയും ചെയ്യും. അങ്ങനെ വളരെ ഭംഗിയായി വളരെ പെട്ടെന്ന് ജോലി തീർത്തേച്ച് പോയപ്പോൾ ഞാൻ വളരെ നന്ദിയുണ്ട്, ഞാൻ ഈ മുറിക്കകത്തുണ്ടായിരുന്നു, നിങ്ങളുടെ വിശേഷമൊക്കെ അറിഞ്ഞതിന് വളരെ നന്ദിയുണ്ട്. പുള്ളി നാണിച്ചു പോയി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മൊബൈൽ ഫോണിൽ വർത്താനം പറഞ്ഞാൽ വളരെ മനോഹരമായ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം. ഭാര്യയെ കൂടെ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇന്ന പ്രശ്നമുണ്ട് അച്ചായോ എന്നാ ചെയ്യണം, അത് നീ ഇന്ന പോലെ ചെയ്യേ. പകുതിയാകുമ്പോൾ ഭാര്യ ചോദിക്കുക, അച്ചായോ അതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അന്നേരം എന്നാ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യേ. ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ചും പറഞ്ഞ് സന്ധിക്കലും എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാം. അപ്പോൾ ഇങ്ങനെ കർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ ഇങ്ങനെ എല്ലാ കാര്യവും ചോദിച്ചുകൊണ്ടിരിക്കണം. വിശദാംശങ്ങളുണ്ട്, ഒത്തിരി വിശദാംശങ്ങളുണ്ട്. 10 കൽപ്പനയ്ക്കകത്ത് ആയിരക്കണക്കിന് വിശദാംശങ്ങളുണ്ട്. 10 കൽപ്പന എല്ലാവർക്കും അറിയാം, പക്ഷെ 10 കൽപ്പനയുടെ വിശദീകരണം എല്ലാവർക്കും അറിയാവും. ആ 10 കൽപ്പന പാലിക്കാനുള്ള ബന്ധപ്പാടിൽ ഇടയ്ക്ക് സ്വർഗത്തിലെ അപ്പച്ചനോട് ചോദിക്കണം, അപ്പച്ചാ ഈ 10 കൽപ്പന അന്ന് കല്ലേ കൊത്തി കൊടുത്തതിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, വിഗ്രഹാരാധന പാടില്ലെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വിഗ്രഹമൊന്നുമില്ല, ഞാൻ അറിയാത്ത വിഗ്രഹം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാമെങ്കിൽ പറയും, നീ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം വായിക്കാൻ പറയും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നതിന് അത്യാഗ്രഹങ്ങളെല്ലാം വിഗ്രഹമാണെന്ന്. അപ്പം അങ്ങനെ വിഗ്രഹം നമുക്കില്ലേ? അപ്പം വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ ആ പഴയ നിയമത്തിൽ അതിൻ്റെ വിശദീകരണം പുതിയ നിയമത്തിൽ ചോദിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, നിനക്ക് ദൈവത്തെക്കാൾ ഇന്നതിനോടെല്ലാം താല്പര്യമുണ്ട്, അതെല്ലാം വിഗ്രഹമാണ്, അതിനകത്തെല്ലാം പിശാച് ഒളിച്ചിരിപ്പുണ്ട്. അതിനെ വെളിയിഴിച്ചാലേ നിനക്ക് കർത്താവിനെ ശരിക്കും ആരാധിക്കാനും സ്നേഹിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പം വേണേലും നമ്മുടെ കൊളസ്ട്രോൾ കൂടാം, ഷുഗർ കൂടാം, പ്രഷർ കൂടാം, ടെമ്പറേച്ചറും കൂടാം. ഉടനെ തന്നെ ഡോക്ടറെ വിവരം അറിയിക്കണം. ടെമ്പറേച്ചർ ഇത്ര, കൊളസ്ട്രോൾ ഇത്രയാണെന്ന് അറിയാൻ മേല, ഷുഗർ ഇത്രയുണ്ട്, 1 ടച്ചിൽ ഇപ്പോൾ ചെക്ക് ചെയ്യാവുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഉടനെ പറയാം ഇന്ന മരുന്ന് കഴിക്കുക. അത് എത്രയുടെ മരുന്നാണ് കഴിക്കേണ്ടത്? അതിന് പലതരം മരുന്നുകളില്ലേ, എത്ര ഡോസ് കഴിക്കണം, എത്ര പ്രാവശ്യം കഴിക്കണം, ഇതെല്ലാം ചോദിച്ച് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചികിത്സ തുടരായിപ്പോൾ ഇല്ലേ?
ഡോക്ടറുമായിട്ട് കൺസൾട്ടേഷൻ നടത്താം, എന്തെല്ലാം കാര്യങ്ങളാണ്. ഫോൺ കേടായി പോയ ഉടനെ എഞ്ചിനീയറെ വിളിക്കുക. എഞ്ചിനീയറുടെ ഇവിടുത്തെ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതായതെന്ന് പറയും. ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് അയാൾ ഈ പണിക്കാരെ പറഞ്ഞു വിടുക, എല്ലാം ഫോണിൽ കൂടെ സാധിക്കുക. ഇങ്ങനെ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വിവിധ പണികൾ പരിശുദ്ധാത്മാവിൽ ചോദിച്ചും പറഞ്ഞും അറിയിച്ചും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലേ സ്നേഹവും സന്തോഷവും കാര്യങ്ങളും ഭംഗിയായി നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമുക്ക് ഇത്രയും നാളത്തെ ജീവിതത്തിൽ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? പണ്ടത്തെ കൽപ്പനയെ 10 കൽപ്പന നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ വിശദാംശം ആയിരക്കണക്കിന് വിശദാംശങ്ങളുണ്ട്. വല്ലതും അറിയാവോ നമുക്ക്? അപ്പം നമ്മുടെ പേരിൽ എത്ര കേസുണ്ടെന്ന് അറിയാവോ? അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാഞ്ഞുകൊണ്ട് സ്നേഹം കുറഞ്ഞു പോയ കാര്യം. അച്ചായൻ ജോലിക്ക് പോകാൻ നേരത്തെ, എടി എൻ്റെ ബർത്ത്ഡേയാ നാളെ ഒരു 50 പേർക്ക് നമുക്ക് പായസം കൊടുക്കണം, എൻ്റെ കൂട്ടുകാരൊക്കെ വരും. പറഞ്ഞിട്ടങ്ങ് പോയി. അപ്പോൾ സ്നേഹമുള്ള ഭാര്യ എന്നാ പറയും? ചെയ്തേക്കാമെന്ന് പറയും. പക്ഷെ അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് സംശയങ്ങൾ. സേമിയ പായസം വേണോ, ചെറുപയർ പായസം വേണോ, പച്ചരി പായസം വേണോ, അതിന് എന്താ വേണ്ടത്, പഞ്ചസാര ചേർക്കണോ, ശർക്കര ചേർക്കണോ, ചക്കര ചേർക്കണോ, ഏതാ വേണ്ടത്, എരുമപ്പാൽ വേണോ, മറ്റേ മിൽമയിലെ പാൽ മതിയോ, എന്തെല്ലാം സംശയങ്ങളാണ്. ഇതെല്ലാം ഇവിടെ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും, ഭർത്താവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ 50 പേരുമായിട്ട് കയറി വരുമ്പോഴത്തേക്ക് വളരെ നന്നായിരിക്കുന്നു ബർത്ത്ഡേ പായസം എന്ന് പറഞ്ഞ് സമ്മാനം എടുത്ത് കൊടുക്കും. ബർത്ത്ഡേ സമ്മാനം ഭാര്യയ്ക്ക്, നീ മിടുക്കി, എല്ലാം നന്നായി ചെയ്തിരിക്കുന്നു പറയും. അപ്പോൾ എന്തൊരു സ്നേഹമായിരിക്കും. ഇടയ്ക്ക് ചോദിച്ചില്ലായിരുന്നെങ്കിലോ കുറ്റം പറഞ്ഞേനെ, ഇതന്നെ അഞ്ചിനെ ഇരിക്കുന്നത്, എന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നത്, അത് പഞ്ചസാരയില്ലായിരുന്നു, ശർക്കരയാണ് ചേർത്ത്, അതിനൊരു കറുപ്പ്, അത് ഉദ്ദേശിച്ചില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കൊച്ചു കാര്യങ്ങൾ ഒത്തിരി ചോദിച്ചെങ്കിലേ ഒരു കാര്യം ഭംഗിയാക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിപ്പുണ്ട്. സ്നേഹമുള്ളവരും ബുദ്ധിയുള്ളവരും പരിജ്ഞാനമുള്ളവരും അതെല്ലാം കൺസൾട്ട് ചെയ്തുകൊണ്ടായിരിക്കും. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ യേശുവിനോടെല്ലാം ചോദിച്ച് ചെയ്തോ, ചെയ്യാഞ്ഞോണ്ട് സ്നേഹക്കുറവിൻ്റെ കേസ് കിടപ്പുണ്ട്. സ്നേഹം കുറഞ്ഞാൽ കൃപയും കുറയും. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൃപ ഇരിക്കുമാറാകട്ടെ എന്നാണ് എഫേസ്യ ലേഖനം 6:24 പറയുന്നത്. അപ്പം നമുക്ക് കൃപ കുറഞ്ഞു പോയതുകൊണ്ട് കാര്യം എന്നാ? സ്നേഹം കുറഞ്ഞു പോയി. സ്നേഹം കുറയാൻ കാര്യം എന്നാ? എല്ലാം ചോദിച്ചും പറഞ്ഞോന്നല്ല ചെയ്യും. നമ്മൾ ഒരു കാര്യം അറിഞ്ഞുകൊണ്ടെങ്കിൽ ചെയ്താൽ നമ്മൾ ഇഷ്ടപ്രകാരം ചെയ്തു കൂട്ടിയേക്കുക. അത് കർത്താവിന് ഇഷ്ടപ്പെടുമല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാഞ്ഞതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് ഒത്തിട്ടില്ല. നല്ലതാണെന്ന് ചെയ്ത കാര്യത്തോടെ എടുക്കുമ്പോൾ കർത്താവിന് ഇഷ്ടപ്പെടില്ല, ഒരു തള്ളം വരും. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അത് കോപമായി, വിരോധമായി, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, നമുക്ക് എല്ലാ കാര്യവും കർത്താവിനോട് സംസാരിക്കാനുള്ള സ്വർഗത്തിലെ സിം കാർഡ് ഒരു മൊബൈൽ ഫോൺ വേണം. ഒരു അപേക്ഷ കൊടുക്കുന്നോ? എന്താ ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ ആവശ്യബോധത്തോടെ സ്വർഗത്തിലെ അപ്പച്ചനോട് പറയാം, അപ്പച്ചോ മോനുമായിട്ട് വിവാഹ നിശ്ചയം കടന്നു, ഇതുവരെയും കല്യാണം നടന്നിട്ടില്ല, എന്താ കാര്യം? അച്ചായ എന്താ കല്യാണം നടക്കാത്തത്? ഞാൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മറക്കരുതെന്നായി വെടിവെച്ചത് പറയുന്നത്. ഈ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. കർത്താവിൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ട് ഇതുവരെ കല്യാണം നടക്കാതെന്ന് ആരെയും ചോദിച്ചിട്ടുണ്ടോ? എന്നും ചോദിക്കണം, കർത്താവ് എന്നാ കല്യാണത്തിന് മുമ്പ് ഞാൻ ഇനി എന്നാക്കെ ചെയ്യണം? ഇങ്ങനെ കൃത്യമായ ഒത്തിരി കാര്യം ചോദിക്കാമെങ്കിൽ ആയിരക്കണക്കിന് കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ 41 കൊല്ലത്തിനിടയിൽ ഞാൻ കർത്താവിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് 2000 ചില്ലുവാനും സ്വയപരിശോധനാ സഹായി എന്ന് പറഞ്ഞ പുസ്തകമായത്. എത്രയുണ്ടാകും നിങ്ങളുടെ പ്രേക്ഷിതർ എന്നാ പറയുന്നു? ഇപ്പോൾ എത്രാമത്തെ ചോദ്യമാണെന്നറിയാമോ? 2000 ചില്ലുവാനുമായി. 32 ചോദ്യമുള്ള 31 തീർന്നിട്ടില്ല നിങ്ങൾക്ക്, ഇനി ആയിരക്കണക്കിന് ഇരിക്കുന്നു. എൻ്റെ ഏത് വേദവും വായിച്ചാലും കർത്താവ് ഇതനുസരിച്ച് എനിക്ക് എന്നാ കുറവുണ്ടെന്ന് ഞാൻ ചോദിക്കും. ഞാൻ എന്നോടാണ് ആദ്യം പ്രസംഗിക്കുന്നത്. ഏത് വേദഭാഗം വായിച്ചാലും മണിക്കൂറുകൾ അതുകൊണ്ടിരിക്കും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ആശ്രമത്തിൽ പോയിരിക്കുമ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയാലും ഞാൻ വേദവസം കൊണ്ടിരിക്കുക, കർത്താവ് എന്നോട് വല്ലതും പറയാനുണ്ടോ? ഇന്ന വേദഭാഗം വായിക്കാൻ പറയും. അന്നേരം ആ ഒരു പുതിയ കാര്യം തെളിഞ്ഞു വരുന്നത്. എത്ര പ്രാവശ്യം വേദവസം വായിച്ചാലും കർത്താവ് ഇന്നത് വായിക്കാൻ പറയുമ്പോൾ തെളിഞ്ഞു കിട്ടുന്ന ഒരു കാര്യം കാണും. അവിടെ കയറിയങ്ങ് പിടിക്കും. അയ്യോ അതെന്തിനാ എന്നോട് പറഞ്ഞത്? ഞാൻ അതനുസരിച്ച് പൂർണ്ണമായി ജീവിച്ചിട്ടില്ല. ഒരു കുമ്പസാരം, ഒരു അനുതാപം, ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ആഴ്ച പിന്നെ ആ വേദഭാഗം മറക്കുകയില്ല. അത് അനേകർക്ക് വേണ്ട സമയത്ത് എടുത്തു കൊടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇങ്ങനെ വേദോത്സവം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് ഇതിൻ്റെ ഇണവാക്ക് എന്താണെന്ന് ചോദിച്ച് പഠിക്കാമെങ്കിൽ നമുക്കെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇണചേർക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ ഹൃദയം സമുദ്രം പോലെ വിശാലമായിട്ട് നദി പോലെയുള്ള സമാധാനം ആസ്വദിച്ച് അത് അനേകരിലേക്ക് കൈവഴിയായിട്ട് ഒഴുക്കിക്കൊടുക്കാൻ സാധിക്കും. ഒരേ സമയത്ത് പർദീസായിലും ഭൂമിയിലും പാതാളത്തിലും സ്വർഗത്തിലുമുള്ള അനേകർക്ക് അനുഗ്രഹങ്ങൾ വിളമ്പിക്കൊടുക്കുന്ന ജോലി കിട്ടും. അത്രയ്ക്ക് ഭയങ്കര ഉദ്യോഗം സാധ്യതയുള്ളതാണ് ഈ ആത്മീയ ജീവിതം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇത്തരം നേരം പറഞ്ഞതിന് ചുരുക്കം, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ
നമ്മൾ കർത്താവിനെ ദുഃഖിപ്പിച്ച കേസുകൾ അറിയണമെങ്കിൽ ഇങ്ങനെ തിരുവചനം ഇടചേർത്ത് ചിന്തിച്ച് വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ നമുക്ക് കർത്താവിനോട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ചോദിക്കാനും പറയാനുമുള്ള ആ വിദ്യകൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കേണ്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സന്ദേശം, ഇങ്ങനെ കിട്ടുന്ന സമയമെല്ലാം പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ ആദ്യം കർത്താവ് സംസാരിക്കാനുള്ള കർത്താവിൻ്റെ ഭാഷയുടെ അക്ഷരമാലയാണ് ആദ്യം പഠിപ്പിക്കുന്നത്. പിള്ളേരെ ആദ്യം ABCD പഠിപ്പിച്ച് ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം പറാവന എന്നൊക്കെ പറഞ്ഞ് ഓരോ വാക്കുകൾ പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ഭാഷ പഠിക്കുന്നില്ലേ? ഇതുപോലെ ആത്മാവിൻ്റെ ഭാഷ പഠിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ആൽഫബറ്റ് ആദ്യം പഠിക്കണം, ആത്മാവിൻ്റെ അക്ഷരമാല ആദ്യം പഠിക്കണം. അങ്ങനെ എല്ലാ പ്രാർത്ഥനയിലെ അനുഭവങ്ങൾ കുറിച്ചിടാമെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ആ അനുഭവം ഈ അനുഭവം കൂടെ ചേർത്ത് വെച്ചൊന്ന് ചിന്തിക്കാൻ പറയും. അപ്പോൾ ഒരു പുതിയ സന്ദേശം. മനസ്സിലായോ? ദൈവം തമ്പുരാൻ നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ചല്ല, പല പല കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിപ്പിച്ച് പഠിപ്പിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒത്തിരി സന്ദേശങ്ങളുണ്ട്. 66 വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലെ സന്ദേശങ്ങൾ വായിച്ചതിന് ശേഷം ഉൽപ്പത്തിയിലെ ഈ ആശയം യെശയ്യാവിലെ ആശയം കൂടെ ചേർത്ത് ചിന്തിക്കാൻ പറഞ്ഞ ഒരു പുതിയ ആശയം. ഇങ്ങനെ ചേർത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പുത്തൻ സന്ദേശങ്ങൾ കിട്ടുന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇങ്ങനെ നമുക്ക് കർത്താവിൽ വളരാൻ സാധിക്കും, കർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി എല്ലാ കാര്യം ചോദ്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അസ്ഥാനത്തായി പോകുന്നു. യഥാസ്ഥാനപ്പെടുവീനെന്ന് കൊരിന്ത്യ ലേഖനത്തിലൊരു വാചകമുണ്ട്. എവിടെയാണെന്നറിയാവും? കൊരിന്ത്യ ലേഖനം അവസാനിക്കുന്നത് 2 കൊരിന്ത്യർ അവസാനിക്കുന്നത് 13-ാം അധ്യായം അവസാനിക്കുന്നത് യഥാസ്ഥാനപ്പെടുവീൻ എന്ന് പറഞ്ഞാണ്. എത്രാം വാക്യാന്ന് കാറിൽ ഓർമ്മയുണ്ടോ? 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന് യഥാസ്ഥാനപ്പെടുവീൻ എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം അസ്ഥാനത്തായാൽ കിട്ടേണ്ടതൊന്നും കിട്ടുകയില്ല. നമുക്കിന്ന് ഏതെങ്കിലും കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ കുടുംബജീവിതം നയിച്ചിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മനപ്പൊരുത്തമില്ലെങ്കിൽ, സന്തുഷ്ടിയില്ലെങ്കിൽ, സംതൃപ്തിയില്ലെങ്കിൽ, മക്കളും കൊച്ചുമക്കളുമായിട്ടും സന്തോഷമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? അസ്ഥാനത്തായി നിൽക്കുന്നതാണ്. എത്ര നോക്കിയാ? 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം എന്ന് പറഞ്ഞാട്ട്, സഹോദരന്മാരെ സന്തോഷിക്കണം, യഥാസ്ഥാനപ്പെടണം, ആശ്വസിക്കണം, ഏക മനസ്സുള്ളവരാകണം, സമാധാനത്തോടെ ഇരിപ്പീൻ, കൂടെ ഇരിക്കും. ഇമ്മാനുവേൽ അച്ചാൻ എപ്പോഴും കൂടെ ഇരിക്കണം. ഇത്രയും വ്യവസ്ഥ പാലിക്കണം. എത്ര വ്യവസ്ഥ നിന്നെ നോക്കി? ഇത്രയും വ്യവസ്ഥ ഈ പുതുവത്സരം പ്രമാണിച്ച് നമ്മൾ ലംഘിച്ചതിന് ക്ഷമ ചോദിക്കാമെങ്കിൽ ഇപ്പൊ തൊട്ട് ഒരു പുതിയ സിം കാർഡ് തരാൻ പോവുക. ഏതൊക്കെയാ? ആ ഒന്നാമത്തെ കാര്യം സന്തോഷിക്കണം, യഥാസ്ഥാനപ്പെടണം, ആശ്വസിക്കണം, ഏക മനസ്സുള്ളവരാകണം, സമാധാനത്തോടെ ഇരിക്കണം. ഈ 5 കൂട്ടം കാര്യങ്ങൾ എല്ലാ ദിവസവും ശ്രദ്ധിച്ച് പുതുക്കിയിട്ടാണെങ്കിൽ സ്വർഗത്തിലെ സിം കാർഡ് ഓണാകും. നമുക്ക് ദൈവത്തോട് സംസാരിക്കാം, ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും, എല്ലാ കാര്യം ചോദിക്കാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് സ്നേഹത്തിൽ വർദ്ധിച്ച് സ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു ശാപം വെക്കുകയില്ല. സ്നേഹത്തിലിരിക്കുന്നവർക്ക് ആരെങ്കിലും ശാപമിട്ടാൽ ആ ശാപം അവർക്ക് തിരിച്ചങ്ങ് പോകും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന് ആര് പറഞ്ഞു? ഇന്ന് കേട്ടതാ. എത്ര ഉൽപ്പത്തി പുസ്തകം. അവൻ നമ്മൾ പൂർണ്ണമായ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ കൂട്ടുകാരനായി സഹപ്രവർത്തകനായി എല്ലാ സ്ഥലത്തും നടക്കുകയാണെങ്കിൽ ആരെങ്കിലും നമ്മളെ ശപിച്ചാൽ നമുക്കിട്ട് പറ്റുമോ? പിന്നെ ആർക്കിട്ട് പറ്റും? ശപിച്ചവർക്ക് തന്നെ പറ്റും. ഫുട്ബോള് ഒരു ഭിത്തിയിലോട്ട് എറിഞ്ഞാൽ ഭിത്തിക്ക് വല്ലതും പറ്റുമോ? എറിഞ്ഞ ഫുട്ബോൾ എന്നാ ചെയ്യും? തിരിച്ച് അടിച്ചാണ്ടെന്ന് എനിക്കൊന്നു കൊള്ളൂ. എന്താ? അപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളെ ശാപത്തിൻ്റെ പന്ത് കൊണ്ട് എറിഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞവരാണെങ്കിൽ അത് നമുക്കിട്ട് പറ്റുകയില്ല. അടിച്ചവർക്ക് തിരിച്ചങ്ങ് പോകും. ഈ കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ 5 കൂട്ടം കാര്യങ്ങൾ എത്ര ശതമാനമായി എന്ന് പരിശോധിച്ച് സ്വയപരിശോധന നടത്തുക. 100% ഉള്ളവരുണ്ടോ? ഇത് ഇല്ല. 100% ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിച്ച് എല്ലാ കാര്യം ചെയ്യാനൊക്കാത്തത്. അതിന് ആ കുറവുകൾ പരിഹരിച്ച് അതിന് ഇനിയുള്ള സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം ഇവിടെ സമാഹരിക്കുകയാണ്. പുതുദിന പിറവിയുടെ ആശംസകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലും SMS-ലും മറ്റേ ഇമെയിലിലൊക്കെ വന്ന് കൂടിക്കിടക്കുക. എല്ലാം പോയി നോക്കണ്ടേ? ആശംസ കാർഡുകൾ വീട്ടിൽ കിടക്കുന്നു. ഇതെല്ലാം കുടിശ്ശിക തീർത്ത് വാങ്ങിക്കാൻ ഇവിടുത്തെ പരിപാടി ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുക. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അസ്ഥാനത്ത് അയോഗ്യമായി നിൽക്കുകയോ ഇരിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്നതോടെ കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല.
അബ്രഹാം തനായിരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി പുറപ്പെട്ട് കാണിപ്പാറ്റിക്കുന്ന ദേശത്തേക്ക് പോയ ഇടങ്ങളിലെല്ലാം കർത്താവിനെ ആരാധിച്ചു. കിട്ടിയ ദാനങ്ങളെല്ലാം ബലിപീഠത്തെ വെച്ചു. ദാനങ്ങളെക്കാൾ അധികം ദാതാവിനെ സ്നേഹിക്കുന്ന തെളിയിച്ച് ദൈവസ്നേഹം പുതുക്കി ഉറപ്പുവരുത്തി അങ്ങനെ വിശ്വാസികളുടെ പിതാവായി തീർന്ന അബ്രഹാമിനോട് പറഞ്ഞ വാക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, പാലും തേനും ഒഴുകുന്ന ദേശം മുഴുവൻ നിന്റെ മക്കൾക്ക് കിട്ടാൻ പോവുകയാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഈ ഒരു വാഗ്ദത്വം നമുക്ക് ഈ ദിവസത്തിൽ തന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായ അബ്രഹാമിനെ പോലെ അനുസരിക്കുന്നവരാണെങ്കിൽ, പറയുന്നിടത്തേക്ക് പോവുകയാണെങ്കിൽ, പറയുന്നിടത്ത് നിൽക്കുകയും പറയുന്നിടത്ത് സഞ്ചരിക്കുകയും ആരാധിക്കുകയും ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ കരുതിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു നിങ്ങൾ പഠിപ്പിച്ചതിന് നന്ദി പറയുന്നു. ദാനങ്ങളൊക്കെ അധികം ദാതാവിനെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുവാൻ തനിക്ക് പ്രിയപ്പെട്ട ആ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാമലയിലേക്ക് പോയി. വേറെ എങ്ങുമല്ല പോയത്, വീട്ടിൽ വെച്ചല്ല. അവിടെ അന്ന് ബലികഴിക്കേണ്ടത് മോറിയാമലയിലായിരുന്നു. അത് 3 ദിവസം നടന്നിട്ട് വേണമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് അബ്രഹാം ഒരു മടിയും കൂടാതെ തൻ്റെ മോനെ ബലികഴിപ്പാൻ വാളെടുത്ത് ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ആ വാളെ കയറി പിടിച്ചു മാലാഹ. നിൽക്കവിടെ പിടിച്ചു നിർത്തി. നീ ഇപ്പം എന്നെ സ്നേഹിക്കുന്നു എന്ന് തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ശബ്ദം ഞങ്ങൾക്ക് ഇതുവരെയും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇന്ന് തന്നവനേക്കാൾ തന്നത് പലതിനോടും സ്നേഹം കൂടുതലാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ട് ആ അബ്രഹാമിനെ കിട്ടിയ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് നടന്ന ഒത്തിരി കാലമുണ്ട്. അതിന് ഉമ്മ വെച്ച കൊതി തീരാതെ എന്നും താരാട്ട് പാടി കൊണ്ടു നടന്ന് അങ്ങനെ ഒത്തിരി നാൾ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട്, ഒത്തിരി നാൾ ധ്യാനം മുടങ്ങിയിട്ടുണ്ട്, ഒത്തിരി നാൾ കർത്താവിനെ മറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ സ്നേഹിക്കുന്ന മോനെ എനിക്ക് ബലികഴിച്ചാലേ നമ്മൾ തമ്മിൽ ഇനി ബന്ധമുള്ളൂ, ഇടപാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ കാര്യം മനസ്സിലായി. തൻ്റെ ദേഹിയുടെ മണ്ഡലത്തിലുണ്ടായതായ ആ വിഗ്രഹം, ആ വിഗ്രഹത്തിൻ്റെ ഉള്ളിലെ പിശാചിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടി ഈ കുഞ്ഞിനെയും ഈ മോനെയും കൂട്ടിക്കൊണ്ട് 3 ദിവസം വഴിദൂരം നടന്ന് നല്ലവണ്ണം ചിന്തിച്ച് അങ്ങനെ അമിതമായ മമതകളെല്ലാം കളഞ്ഞ് ആ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ച് എല്ലാത്തിനെയും അധികം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിച്ചപ്പോൾ നീ എന്നെ ഇപ്പം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ അനുഗ്രഹം പുതുക്കിക്കൊടുത്തു. അങ്ങനെ 12ാം അധ്യായത്തിലെ വാഗ്ദത്തം 22ാം അധ്യായത്തിൽ ആ ബലിയിലാണ് പുതുക്കിയതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നു. ഇനി ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ ആണ്ടുപുറപ്പിലും ഓരോ യാമപ്രാർത്ഥനകളിലും ഞങ്ങളുടെ എല്ലാ അമിതമായ മമതകളോട് യാത്ര പറഞ്ഞിട്ട് എല്ലാ അത്യാഗ്രഹമാകുന്ന വിഗ്രഹങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് അതിനെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, യേശുവിൻ്റെ സ്നേഹത്താൽ യേശുവിൻ്റെ സ്നേഹം മുഴുവൻ ഞങ്ങൾക്ക് തരുവാൻ, യേശുവിൻ്റെ രക്തം മുഴുവൻ ഞങ്ങൾക്ക് തന്നു, ശരീരവും തന്നു. ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചപ്പോൾ യേശുവിൻ്റെ ശരീരം ഞങ്ങൾക്ക് കിട്ടി. ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരം ഞങ്ങൾക്ക് കാണാനോ തൊടാനോ കഴിവില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലായിരുന്നു 33 കൊല്ലക്കാലം ഭൂമിയിൽ ജീവിച്ച യേശുവിൻ്റെ അതേ ശരീരത്തിലെ അതേ ആത്മാവുള്ള കർത്താവിൻ്റെ ശരീരത്തിലെത്തുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കിട്ടി. ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽക്കാത്ത ശരീരത്തിന് ആ ശരീരം മതി. അതുകൊണ്ട് നീ അത് ഞങ്ങൾക്ക് തന്നേച്ചു പോയി. വിശുദ്ധ കുർബാനയിലൂടെ അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ വായിലൂടെ ഞങ്ങളുടെ ഉദരത്തിലെത്തിയിരിക്കുന്ന നിൻ്റെ ശരീരവും രക്തവും വീണ്ടെടുക്കപ്പെടാത്ത ഞങ്ങളുടെ ശരീരത്തിനകത്ത് മതി എന്നുള്ളതുകൊണ്ട് നീ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി. ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ നിന്റെ സന്നിധിയിൽ വരുമ്പോൾ സർവകാല പരിമിതികളില്ലാത്ത ഒരു ശരീരം ഞങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് നിന്നോട് ഒന്നാകാൻ സാധിക്കും. ഞങ്ങളുടെ ദേഹവും ദേഹിയാത്മാവും നിന്റെ ഉള്ളിൽ മുഴുവൻ കയറുവാനും അത് നീ ഞങ്ങൾ നിന്നിലും നീ ഞങ്ങളിലും വസിക്കുന്ന ഒരു പൂർണ്ണ മിസ്റ്റിക്കൽ യൂണിയൻ, മിസ്റ്റിക്കൽ മാര്യേജ് വരാൻ പോകുന്നു. ഇത് വലിയ മർമ്മമാണ്. ഭാര്യയും ഭർത്താവും ഒന്നാവും എന്ന് പറഞ്ഞ കാര്യം അന്നാണ് പൂർണ്ണമായും നടപ്പിലാകാൻ പോകുന്ന നിങ്ങളെ പഠിപ്പിച്ചാൽ എന്ന് പറയുന്നു. ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് അല്പസമയത്തേക്ക് അംശീയമായി മാത്രമേ ഒന്നാകാൻ കഴിയുന്നുള്ളൂ. എന്നിട്ട് അവർ പിരിഞ്ഞു പോവുകയാണ്, അകന്നു പോവുകയാണ്, പിന്നെയും വഴക്കടിക്കുകയാണ്. ക്ഷമിക്കണം കർത്താവേ, ഞങ്ങൾക്ക് ഒരു പൂർണ്ണതയുള്ള ഒരു കുടുംബജീവിതം ഉണ്ടെന്നുള്ളത് സ്വർഗീയ മണവാളനോടൊത്തൊരു പൂർണ്ണതയുള്ള ജീവിതം ഞങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതിനായി നന്ദിയോട് പറയുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളുടെ വീണ്ടെടുക്കപ്പെട്ട പ്രാണൻ മുഴുവനും യേശുവിൻ്റെ മാറിലെത്തിയാൽ ആ മാറിൽ മറിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ പ്രാണക്കുട്ടികൾക്ക് കർത്താവിൻ്റെ സ്നേഹം ആസ്വദിക്കാൻ സാധിക്കും. ആ സന്തോഷം ഞങ്ങളുടെ ശരീരത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ശരീരത്തിലേക്ക് അയച്ചു തരുമെന്നുള്ള കാര്യം ഞങ്ങൾ ഓർപ്പിക്കുന്നു. ഇന്നത്തേക്ക് ഇത്രയും മതിയെന്ന് അവിടുന്ന് കണ്ടതുകൊണ്ട് തന്നതിനാൽ നന്ദി പറയുന്നു. ഇതിനെ പൂർണ്ണതയിലെത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തെറ്റേ.